അവർ ഒരുമിച്ച് പഠിച്ച് കളിച്ച് നടന്നു. അവർ ഒരുമിച്ച് തന്നെ അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായി. അങ്ങനെ ഒരു ഖബറിലെ 2 കുഴികളിലായിട്ടാണ് ആ കുരുന്നുകൾ അന്ത്യവിശ്രമം കൊള്ളുന്നത്. അള്ളാഹു അവർക്ക് ഉന്നതമായ സ്ഥാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ സങ്കടത്തോടു കൂടി, വളരെ മനസ്സ് വിങ്ങിയിട്ടാണ് ഈ ഒരു വാർത്ത നിങ്ങൾക്ക് മുന്നിൽ അറിയിക്കുന്നത്. ഇന്നലെ ഉച്ചക്ക് മാച്ചേരി നമ്പേർപീടികക്ക് സമീപം കുളിക്കാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു അയൽവാസികളും സഹപാഠികളുമായുള്ള അമീറും മുഹമ്മദും. അവർ രണ്ടുപേരും ഒരുമിച്ച് ആ കുളത്തിൽ താന്നു പോവുകയും അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയാവുകയും ചെയ്തു. നാടിനെ വളരെയധികം സന്തോഷത്തിലാക്കിക്കൊണ്ട് നടന്നിരുന്ന കുട്ടികളാണ്. ഒരുപാട് ജനങ്ങൾക്ക് മുമ്പിൽ ഒരുപാട് കഴിവുള്ള നല്ല മക്കളായിരുന്നു. ഇന്നിതാ ആ നാടിനെ ഒന്നടങ്കം കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് അവർ അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായിരിക്കുകയാണ്. ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ആ കുടുംബത്തിൽ അവരുടെ മാതാപിതാക്കൾക്ക് ക്ഷമ കിട്ടുന്നതിന് വേണ്ടിയിട്ട്. ഈ പ്രായത്തിലുള്ള മക്കളൊക്കെ നമ്മളിൽ നിന്ന് വേർപ്പെടുന്ന സമയത്ത് ഈ വാർത്തകൾ കാണുമ്പോൾ ഒരു പക്ഷേ നമുക്ക് ഫീൽ ചെയ്യുന്നതിൻ്റെ ഇരട്ടിയായിരിക്കും നമ്മുടെ കുടുംബത്തിൽ ഇത് സംഭവിക്കുമ്പോൾ. നമ്മുടെ സ്വന്തത്തിലാകുമ്പോൾ പറയുകയും വേണ്ട. അള്ളാഹുവിൻ്റെ കാവലല്ലാതെ മറ്റൊന്നും നമുക്കില്ല. അള്ളാഹു അവർക്ക് ക്ഷമ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ 2 കുരുന്നുകളും നാളെ ആ മാതാപിതാക്കൾക്കെല്ലാം സ്വർഗത്തിൽ മുതൽക്കൂട്ടാകുമാറാകട്ടെ എന്ന് നമുക്ക് ഇപ്പോൾ പ്രാർത്ഥിക്കുക. അതല്ലാതെ മറ്റൊരു വഴിയും നമ്മുടെ മുന്നിലില്ല. നമ്മുടെ കുട്ടികൾക്കൊന്നും ഇന്ന് പഴയ പോലെ നീന്തം അറിയുന്ന ഒരു സിറ്റുവേഷൻ കുറവാണ്. മുന്നൊക്കെ ചെറിയ കുട്ടികളൊക്കെ കുളത്തിൽ കൊണ്ടുപോയി നീന്തം പഠിപ്പിച്ചിരുന്നു. ഇന്ന് രക്ഷിതാക്കൾക്ക് പോലും നീന്തം അറിയാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ അപകടങ്ങൾ കൂടെ. കുട്ടികൾ വെള്ളം കാണുമ്പോൾ അതിൽ ഇറങ്ങും. അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് നീന്തം അറിയും, ബാക്കിയുള്ള കുട്ടികൾക്കൊന്നും നീന്തം അറിയില്ല. അങ്ങനെ ബാക്കിയുള്ള കുട്ടികളൊക്കെ ക്ഷണിച്ച് വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന സമയത്തൊക്കെ ആയിരിക്കും മുങ്ങിപ്പോകുന്നത്. ആ സമയത്ത് നീന്തം അറിയുന്ന കുട്ടി പിടിക്കാൻ ചെന്നിട്ടുണ്ടെങ്കിൽ തന്നെ ആ കുട്ടിക്ക് ഒരിക്കലും ആ മുങ്ങിപ്പോകുന്ന ഒരാളെ പിടിച്ച് കയറ്റൽ എളുപ്പമല്ല. അയാൾ മരണസഞ്ചാരത്തിലായിരിക്കും. ഫലത്തിൽ 2 പേരും 3 പേരൊക്കെ ഇങ്ങനെ പലപ്പോഴും മരിച്ച വാർത്തകൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. പാടത്ത് പോലും കുളിക്കാൻ ഇറങ്ങി പെട്ടെന്ന് ചളിയിൽ പൂണ്ടുകൊണ്ട് കയറാൻ പറ്റാതെ ശ്വാസതടസ്സം ഉണ്ടായിട്ട് പല കുട്ടികളും മരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് മരണം നമുക്ക് മുന്നിൽ ഇങ്ങനെ വാർത്തകളായിട്ട് കാണുമ്പോൾ ഒന്നല്ലെങ്കിൽ മക്കളെ നല്ല രീതിയിൽ നമ്മൾ ബോധവൽക്കരണം കൊടുക്കുക. അവരൊരു രസത്തിനാണ് വെള്ളത്തിൽ പോയി ഇറങ്ങുന്നത്. പക്ഷേ അപ്പോഴേക്കും ആ കുരുന്നുകൾ നമ്മുടെ ലൈഫിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. കുരുന്നുകളിൽ നിന്നല്ല, നല്ല അത്യാവശ്യം വലിയ ആളുകൾ പോലും വലിയ വലിയ കുളങ്ങളിലൊക്കെ കുളിക്കാൻ വേണ്ടി പോയിട്ട് ബറ്റുവെച്ച് നീന്തിയിട്ട് പാതി വഴിയിലൊക്കെ തളർന്നിട്ട് മരിച്ച എത്രയോ കേസുകൾ ഇപ്പം അടുത്ത് നമ്മൾ കണ്ടതാണ്. എന്താണെങ്കിലും നമ്മുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോവാതെ സൂക്ഷിക്കുന്നത് നമുക്കെല്ലാവർക്കും നന്നായിരിക്കും. ഇന്നലെ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ ആ 2 കുരുന്നുകൾ അവര് സ്കൂളിലൊക്കെ ഒരുമിച്ച് പഠിക്കാൻ പോകുന്നവരാണ്. അതേപോലെ തന്നെ മിക്ക സമയങ്ങളും അവർ ഒരുമിച്ച് കളിക്കാനൊക്കെ പോകുന്നവരാണ്. പക്ഷേ ആ 2 പേർക്കും പരസ്പരം ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. കൂടെയുള്ള കുട്ടികൾ ഇവർ മുങ്ങിത്താഴുന്നത് പറഞ്ഞ് നാട്ടുകാർ വരുമ്പോഴേക്കും അവർ അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായിരുന്നു. ഞായറാഴ്ച രാവിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം 1 മണിയോടെ ഒക്കെ ആയിട്ട് ഈ കുരുന്നുകൾ അവിടെ ഒരു മദ്രസയിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ അവിടെ കൂടിയിരുന്ന രക്ഷിതാക്കള് അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് അണപൊട്ടി ഒഴുകുന്നതായിട്ടാണ് കാണാൻ കഴിഞ്ഞത്. കാരണം അത്രയും വിഷമമാണ് ഈ പ്രായത്തിലുള്ള മക്കളൊക്കെ, പ്രത്യേകിച്ച് നല്ല രീതിയിൽ ജനങ്ങളോടൊക്കെ പെരുമാറി സ്നേഹത്തോടു കൂടി ആ നാടിനും നാട്ടുകാർക്കും കണ്ണിലുണ്ണികളാകുന്ന ആ മക്കളൊക്കെ പെട്ടെന്ന് വേർപിരിയുന്ന സമയത്ത് അത് താങ്ങാൻ കഴിയാത്തതാണ്. എത്രയോ കളിച്ച് ചിരിച്ച് നടക്കുന്നത് എല്ലാവരും കാണുന്നതാണ്. ഇന്ന് ആ മക്കള് അവിടെ നമ്മളോടൊക്കെ വിട പറഞ്ഞിട്ട് ഒരുമിച്ച് അവർ ഒരു വലിയ ഒരു ഖബറിൽ 2 കുഴികളിലായിട്ടാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. നമുക്ക് പ്രാർത്ഥിക്കുവാനല്ലാതെ മറ്റൊരു വഴിയില്ല. നമുക്ക് പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ നമ്മളിലും നമ്മുടെ മക്കളിലും കുടുംബങ്ങളിലൊക്കെ ശ്രദ്ധയും കൊടുക്കേണ്ടതാണ്. പ്രത്യേകിച്ച് വീണ്ടും വീണ്ടും പറയുന്നു, നീന്തം അറിയാത്തവരോട് കൂടെ നമ്മൾ കുളിക്കാൻ പോകുന്ന സമയത്ത് വലിയ അപകടങ്ങളാണ് നമുക്ക് വരുത്തി വെക്കുക. വലിയ അപകടങ്ങൾ നീന്തം അറിയാത്തവരോട് കൂടെ പോകുന്ന സമയത്ത്. നീന്തം നന്നായിട്ട് അറിയുന്നവരോട് കൂടെ തന്നെ പോകുന്നുവെങ്കിലും നന്നായിട്ട് ആരോഗ്യമില്ലാത്തവരൊന്നും മറ്റുള്ള കുട്ടികളെ നീന്തം പഠിപ്പിക്കാൻ വേണ്ടി തയ്യാറാവരുത്. കാരണം
വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ താഴ്ന്നു പോകുന്ന സമയത്ത് നമ്മൾ ഒരാളെ പിടിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ആ ഒരു മരണവെപ്രാളത്തിൽ മുഴുവൻ ഭാരവും നമുക്കും അടുത്ത് കൊണ്ടുവരും, അല്ലെങ്കിൽ നമ്മളെയും പിടിച്ച് താഴ്ത്തും. അപ്പോൾ അവിടെ നടക്കുന്നതൊക്കെ വലിയ മരണങ്ങളാണ് അങ്ങനെയൊക്കെ നടക്കുന്നത് അശ്രദ്ധയിലൂടെ. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ട എല്ലാ മക്കളോടും നിങ്ങൾ പറയണം, അല്ലെങ്കിൽ അവരെ നന്നായിട്ട് നീന്തം പഠിപ്പിക്കുക. അവർക്കൊരു ആഹ്ലാദമാണ്, ആനന്ദമാണ് വെള്ളം കാണുമ്പോൾ അതിൽ ചാടുന്നതും പിന്നെ തലകുത്തി മറിയുന്നതൊക്കെ. അതേപോലെ തന്നെ ഈ രീതിയിലൊക്കെ തലകുത്തി മറിയുന്ന സമയത്ത് പെട്ടെന്ന് തല വെച്ച് അടിച്ചിട്ടൊക്കെ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അത് കുട്ടികളോട് പറയുകയല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. അവരുടെ പ്രായം അതാണ്. അല്ലാതെ നമുക്ക് മുന്നിൽ വലിയൊരു പ്രായം അവരെ കെട്ടിയിടാനോ പൂട്ടിയിടാനോ ഒന്നും കഴിയില്ല. എന്താണെങ്കിലും വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത്. അല്ലാഹുവേ, പിഞ്ചു മക്കളെ, ആ കുരുന്നുകളെ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം നൽകി അനുഗ്രഹിക്കണേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അവരുടെ കുടുംബത്തിന്, അവരുടെ മാതാപിതാക്കൾക്ക് ക്ഷമ കിട്ടുന്നതിന് വേണ്ടിയിട്ട്, നന്നായിട്ട് ക്ഷമ നൽകുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ നമുക്കും നമ്മുടെ കുടുംബങ്ങളിലൊക്കെ കാവലുണ്ടാകാൻ വേണ്ടിയിട്ടും എല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.